വീണ്ടും പുറകെ വരരുത്. ഇതൊക്കെ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ചെയ്യില്ലേ? എന്തിനാ പറയുന്നേ? കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? തനിച്ച് നടന്ന് ഒരു ജോലി കണ്ടുപിടിച്ച് ചെയ്യാനൊന്നും എനിക്കിഷ്ടമല്ല. താൻ കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇതെന്തിനാ? ഇത് ഉദ്ഘാടനം നടക്കുമ്പോ വാരി വതറാൻ. ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഭാഗ്യമല്ലേ? ദൈവത്തിന് പുഷ്പാർച്ചന നടത്തുന്ന പോലെയല്ലേ ആൾക്കാർ അവർക്ക് പുഷ്പാർച്ചന നടത്തുന്നേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? തന്റെ തലയിലൂടെ പൂ വിടണം, ഞാനിടാം. അയ്യോ, സമയായിട്ടില്ല. സമയാകുമ്പോ ഞാൻ പറയാം. എപ്പോഴാ സമയം? ഞാൻ പറയാം. ഹായ് ജ്യോതി. താൻ എന്തുവാടേ കാണിച്ചേ? ജ്യോതി, നീ എന്താടാ ഈ കാണിച്ചേ? ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നേ? അതെന്താടാ, ജ്യോതി എല്ലാവരോടും കമ്പനിയല്ലേ? നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെയല്ലേ? എല്ലാ ഫ്രണ്ട്സിനെയും കാണുന്നത് പോലെ ജ്യോതിയെ കാണരുത്. ജ്യോതിക്ക് എന്താ പ്രത്യേകത? പ്രത്യേകതയുണ്ട്. അത് നിന്നോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നളിയാ, ഈ പ്രത്യേകത വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താ സംഭവം? ഡു യു ലവ് ഹർ? പറയടാ. രണ്ടാളും കൂടി അങ്ങനെ ഒരു കാര്യം ഒപ്പിച്ചോ ഇതിനിടയിൽ? ജ്യോതിയോട് മാന്യമായിട്ട് പെരുമാറണം, അത്രയൊക്കെ അറിഞ്ഞാൽ മതി തൽക്കാലം. സമ്മാനം കൊടുത്തപ്പോഴേ ഞാൻ കരുതിയതാ ഈ റൂട്ട് അങ്ങോട്ട് തന്നെയാണെന്ന്. അളിയാ, നീ പൊളിക്കും. സംഗതി സത്യമാണെങ്കിലേ നിന്റെ അളിയനാവാൻ പോകുന്നവൻ അതിനേക്കാളും പൊളിക്കും. അല്ല, നിങ്ങളെന്താ ഇവിടെ? പേടിക്കണ്ട, ഞാൻ ബഹളം വയ്ക്കാനൊന്നും വന്നതല്ല. ഫാക്ടറിയുടെ കാര്യങ്ങൾ ഇനി എന്തായാലും നടക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാ. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനി നടത്തുന്ന ആളാ. കമ്പനി ഒരു തീരുമാനം എടുത്താൽ
എന്ത് ചെയ്തും അത് നടപ്പിലാക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി. ആശ്രമത്തിനിടയിൽ ചിലരെയൊക്കെ എതിർക്കേണ്ടി വരും, തോപ്പിക്കേണ്ടിയും വരും. പക്ഷേ ആദ്യമായി നിങ്ങളുടെ മണ്ണിനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ തോറ്റു. ഈ നാട്ടിലെ കർഷകർ വിജയിച്ചു. നിങ്ങൾ എൻ്റെ കയ്യിൽ സ്റ്റേ ഓർഡർ കൊണ്ടുവന്നില്ലേ? അത് കഴിഞ്ഞ് കുറേ നേരം ഞാൻ ആലോചിച്ചു. പിന്നെ തോന്നി ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. അതിന്റെ പേരിൽ ശത്രുതയും പ്രതികാരവും കൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. മടങ്ങുന്നതിന് മുമ്പ് ഹരിയെയും അമ്മാവനെയും കണ്ട് ഒരു സോറി പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തിലാണ് വന്നതെങ്കിൽ ഇരിക്കാം. ഹരി ഇവിടെ ഇല്ലേ? അല്ല, അവൻ പാടത്തേക്ക് പോയിരിക്കുക. ഹരിയെക്കുറിച്ച് ഞാൻ ആളുകളോട് ചോദിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടം അയാളെ. ആളൊരു സത്യസന്ധനാ. ഹരിയെ വളർത്തി വലുതാക്കിയതിന്റെ പേരില് നിങ്ങൾക്കും അഭിമാനിക്കാം. എന്റെ സമ്പത്തെന്ന് പറയുന്നത് അവനെ കുറിച്ചുള്ള അഭിമാനം തന്നെയാ. ഇത് എന്റെ മകളാ, ഹരിയുടെ ഭാര്യ. ഓ, എന്താ ഇയാളുടെ പേര്? വീണ. ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. ഒരു ദാമ്പത്യ ജീവിതത്തില് കുട്ടികളുണ്ടാവേണ്ടത് അത്യാവശ്യം. പക്ഷേ വീണ ചെറുപ്പമാണല്ലോ. ഇത്ര പെട്ടെന്നൊരു അമ്മയാവുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അത്രയും നല്ല ആളല്ലേ? അയാളുടെ കാര്യം എനിക്കറിയണ്ട. വീണേ, സോറി സോറി, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടത് അതങ്ങ് മറന്നേക്കൂ. ഐ എം റിയലി സോറി. അല്ല, എന്താ ഇതൊക്കെ? ഇങ്ങോട്ട് പോരുമ്പോ ഹരിയുടെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. ഓ, ഗർഭിണികളെ കാണാൻ പോകുമ്പോ വെറും കൈയോടെ വന്നൂടല്ലോ. ഇതുവരെ സംഭവിച്ചതിനൊക്കെ ഞാൻ സോറി പറഞ്ഞു എന്ന് ഹരിയോട് പറയണം. ആ,
നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നു? എടാ എടാ അത് അമ്മാവൻ എന്താ ഭ്രാന്തുണ്ടോ ഇത്ര ആളുകളെയൊക്കെ വിളിച്ച് അകത്തിരുത്താൻ? എടാ അവര് തിരിച്ചു പോവുക, യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാ. അല്ല, യാത്ര പറയാനായിട്ട് ഇവരാരാ? നമ്മുടെ ബന്ധുവോ? അമ്മാവ, ഈ വരവിന് പിന്നിൽ വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. നോ ഹരി. നിങ്ങൾ സംസാരിക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇറങ്ങി പോവാൻ നോക്ക്. നീ എന്തായി കാണിക്കുന്നേ? നീ കാര്യം അറിയാതെ സംസാരിക്കരുത് കേട്ടോ. ഹാ, അവരോട് ഇരിക്കാൻ പറഞ്ഞത് ഞാനല്ലേ, അപ്പോ അവര് പോകേണ്ട കാര്യം ഞാൻ തീരുമാനിക്കും. ആ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഹരി, കയറ്റി ഇരുത്തിയത് അമ്മാവനാണെങ്കിലേ അമ്മാവൻ തന്നെ അങ്ങ് സൽക്കരിച്ചാ മതി. അതെ, അത് കാര്യമാക്കണ്ട. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അവനെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഓക്കെ. ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അവിടെ നിന്ന് മടങ്ങുമ്പോ ഒരു ബാധ്യതയും ബാക്കി ഉണ്ടാവാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശീലമായി പോയി. പോകുന്നതിന് മുമ്പ് ഹരിയുടെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. മണ്ണിനെ സ്നേഹിക്കുന്ന ഒരാളെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണെന്ന് കൂട്ടിക്കോ. എന്ത് വിരോധം? അല്ലെങ്കിലും ആരോടും സ്ഥിരമായ ശത്രുത പാടില്ലെന്നാണല്ലോ അല്ലേ? വാ. നമുക്ക് കയറി ചെന്ന് നിത്യേച്ച കണ്ടാലോ? വേണ്ട ഏട്ടാ, അയാൾ അവിടെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. അയാളുടെ വീട്ടിൽ വരുമ്പോ വേണമെങ്കിൽ അയാൾ കടിച്ചിറക്കാൻ അവകാശമുണ്ടല്ലോ. അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ. ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നോക്കേട്ടാ, നമ്മൾ വന്നത് ചേച്ചിയെ കാണാനും സംസാരിക്കാനോ അല്ലാതെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല. നമുക്കിവിടെ നിന്ന് നിത്യേച്ചിയെ വിളിക്കാം. ചേച്ചി ഇങ്ങോട്ട് വന്നോളൂ. സാറേ പ്ലീസ്, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സാറല്ലേ ചേച്ചി, സുധിയ. സോറിയടാ, ഇവിടെ അടുത്ത് സാരയുടെ ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനമുണ്ട്. എന്നെ കുറെ നിർബന്ധിച്ചു, ഞാൻ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞിട്ടും. നീ വീട്ടിലാണോ? വീട്ടിലല്ല, വീടിന്റെ മുമ്പിലുണ്ട്. ശ്രുതിയുണ്ട്. അതെന്താ വീടിന്റെ മുന്നില്? വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വരുന്നുണ്ടോ? ചേച്ചി, ഞങ്ങളിവിടെ സുജാത ആന്റിയുടെ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെയോ? നീ ചുമ്മാ കള്ളം പറയല്ലേ? കള്ളൊന്നുമല്ല, ഞാൻ അതേ ശ്രുതിക്ക് കൊടുക്കാം. എന്നാ ചേച്ചി, ഇവൻ എന്തൊക്കെയാടി പറയുന്നത്? ഇവിടെ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കാന്നൊക്കെ. അത് തന്നെ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്ന് അതെനിക്കൊന്ന് കാണണമല്ലോ. രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. അത് വേണ്ട ചേച്ചി. അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടാളും കള്ള പറയുന്നതെന്ന്. കള്ളമല്ല. ചേച്ചി ഇങ്ങോട്ട് ഗേറ്റിനടുത്തേക്ക് വാ. ഞങ്ങൾ അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്ത് പ്രശ്നം? ചേച്ചി പുറത്തോട്ട് വന്നാൽ മതി. ഞങ്ങൾക്ക് കാണണം, സംസാരിക്കണം, അത്രേ ഉള്ളൂ. എന്ന് ഞാനിപ്പോ തന്നെ വരാം. എടി, നീ പറ്റിക്കില്ലല്ലോ? എനിക്കിത് കേൾക്കുമ്പോഴാ. മര്യാദക്കൊന്നും ഒന്ന് നോക്കുന്നുണ്ടോ? നിത്യേച്ചിക്ക് വിശ്വാസമായിട്ടില്ല. വരട്ടെ, വന്ന് കാണുമ്പോൾ ഞെട്ടിക്കോളും. ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ജീവൻ വന്ന ഉറപ്പായിട്ട് അവരെ വന്നടിക്കും. ഞാൻ സഹിക്കുന്നത് അവര് സഹിക്കേണ്ട കാര്യമില്ലല്ലോ. കാണണ്ട, അവര് തിരിച്ചു പോയിക്കോട്ടെ.
ഒരു കല്യാണം കഴിച്ചതോടെ സ്വന്തം കുടുംബക്കാരെ കാണാനുള്ള അവകാശം പോലും എനിക്കില്ലാതായി പോയല്ലോ. ഇതെന്താ ചേച്ചിയെ കാണാത്തത്? ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്കേട്ടാ. ഇതെന്തൊരു കഷ്ടമാണ്. സ്വന്തം പെങ്ങളെ കാണാൻ വേണ്ടി ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കാന്ന് പറഞ്ഞ അകത്തേക്ക് കയറണ്ടെന്ന് നമ്മളല്ലേ തീരുമാനിച്ചേ. ഏട്ടനൊന്ന് വിളിച്ചു നോക്ക്. ഹലോ ചേച്ചി എന്താ വരാത്തത്? അതെ മോളെ, ഇവിടെ ആരുമില്ല. ആരോട് അനുവാദം ചോദിക്കാതെ ഞാൻ നിങ്ങളെ വന്ന് കാണുന്നത് ശരിയല്ല. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? ഗേറ്റിൽ നിൽക്കുന്ന ഞങ്ങളെ കാണാൻ ആരുടെ അനുവാദമാ വാങ്ങിക്കണ്ടേ? ഇതിനകത്ത് എന്താ നടക്കുന്നേ? ചേച്ചിയെ പൂട്ടിയിട്ടിരിക്കുകയാണോ? അല്ല മോളെ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ചേച്ചിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് ശ്രുതി. ഇന്നതിന് പരിഹാരം കാണാതെ നമ്മൾ ഇവിടുന്ന് പോവില്ല. ചേച്ചി തുറന്നു പറ, എന്താ പ്രശ്നം? ചേച്ചിയോട് ചോദിച്ചത് കേട്ടില്ലേ? എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി ഇവിടെ ഇട്ടിട്ട് പോയിരിക്കാണല്ലേ? എന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശവും. ഇനിയും ചേച്ചി പറയോ ഈ വീട്ടില് ചേച്ചിക്ക് സുഖമാണെന്ന്, ഈ ജീവിതം സുഖമാണെന്ന്? നീ വിചാരിക്കുന്ന പോലെ പ്രശ്നമൊന്നുമില്ല. കള്ളം പറയണ്ട. അവർക്കാർക്കും ചേച്ചിയെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് ചേച്ചിയെ വേണം. ചേച്ചി ചേച്ചിയുടെ സാധനങ്ങൾ എടുത്ത് ഇറങ്ങി വാ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. നോക്ക്, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞ് അച്ഛനെയോ ചെറിയച്ഛനെയോ നിങ്ങളെ സങ്കടപ്പെടുത്തരുത്. അവരെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യരുത്. എന്റെ അപേക്ഷ. എനിക്കിത് കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവനെ എന്റെ കണ്ണിനെ കണ്ടിരുന്നെങ്കിൽ അടിച്ച് കൊന്നേനെ ഞാൻ. അങ്ങനെയൊന്നും പറയില്ല മോനെ. നിങ്ങൾ എന്നെ കണ്ടല്ലോ, സംസാരിച്ചല്ലോ, അത് മതി. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ വന്നേ? നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. നിങ്ങൾ വരുമെന്ന് സാറ് പറഞ്ഞിരുന്നു. സാറ പാർലറിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് വന്നതാണോ നിങ്ങള്? ഞങ്ങളെ ക്ഷണിച്ചത് സാറയല്ല, ഈ നിൽക്കുന്ന സുജാതാന്റിയാ. മനസ്സിലുള്ള വിഷമം അമ്മയ്ക്കറിയാലോ. ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ അതിനൊരു കുറവുണ്ടാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ഞങ്ങളെ ക്ഷണിച്ചത് മനസ്സിലായി. ഞങ്ങളെ കണ്ട ചേച്ചിയുടെ സങ്കടം മാറുമെന്ന് പറഞ്ഞത് മനസ്സിലായി. തെങ്ങിപ്പറ, എന്താ ചേച്ചിയുടെ സങ്കടം?
എന്താ നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങളെ ചേച്ചി ചെയ്യുന്നേ? സുധി, അമ്മയോട് മോശമായിട്ട് സംസാരിക്കരുത്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ആശ്വാസം തരുന്നത് ഈ നിൽക്കുന്ന അമ്മയാ. ആൻറ്റി, ഞങ്ങളുടെ ചേച്ചി ഇങ്ങനൊന്നും ആയിരുന്നില്ല. എപ്പോഴും ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ നടക്കുന്ന പ്രകൃതമായിരുന്നു. ചേച്ചി ഈ അവസ്ഥയിൽ കാണാൻ വയ്യ.